ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 1ൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഫെഡറേഷൻ സ്റ്റേറ്റിന് പകരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു പല അധികം സ്റ്റേറ്റുകൾ കൂടി ചേർന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഫെഡറേഷനോ അല്ലെങ്കിൽ ഒരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് പകരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കൺട്രി യൂണിയൻ ആയിട്ടാണ്, ഫെഡറൽ സ്ട്രക്ചർ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സ്ട്രക്ചർ ആയിരുന്നിട്ട് പോലും ഒരു യൂണിയൻ എന്നാണ് കൺട്രീനെ വിശേഷിപ്പിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറും യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന ടേമിനാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമേരിക്ക പോലെയുള്ള കൺട്രികളെ പോലെ ഒരു എഗ്രിമെൻ്റ്, അതായത് എല്ലാ സ്റ്റേറ്റുകളും കൂടെ ഞങ്ങൾ ഇന്ത്യയുടെ യൂണിയൻ ഭാഗമായി ഇരുന്നോളാം എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടതിൻ്റെ ഫലമായി ഫോം ചെയ്തതല്ല ഇന്ത്യൻ്റെ ഫെഡറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഇതിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഒരു റൈറ്റ്സും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ട്രീ, ആ ട്രീനെ വന്നിട്ട് ഇന്ത്യ ആയിട്ട് എടുക്കുക. ഇന്ത്യനെ ഒരു മരമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ട്രീയുടെ ഈ ട്രങ്കിനെ വന്നിട്ട് യൂണിയൻ ആയിട്ട് കണക്കാക്കുക. കാരണം അതെന്താണ്, ഈ ഒരു ട്രീയുടെ ട്രങ്ക് എന്ന് പറയുന്നത് എന്താണ്? പെർമനൻ്റ് ആണ്, സ്ട്രോങ് ആണ്, ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഈ യൂണിയനും ഇന്ത്യയുടെ യൂണിയനും അതുപോലെയാണ്. ഇനി ഈ ട്രീക്ക് എന്തുണ്ടാകും? പലതരം ബ്രാഞ്ചസ് ഉണ്ടാകും, അല്ലേ? ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ബ്രാഞ്ചസിൽ എന്ത് വരാം? ബ്രാഞ്ചസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം, പുതിയ വളർച്ചകൾ വരാം, അതിന് വേറൊരു ഫോം തന്നെ ഉണ്ടാകാം, പുതിയൊരു ബ്രാഞ്ചസ് വേണമെങ്കിൽ ഇതിൽ നിന്ന് ക്രിയേറ്റ് ആവാം. ഓക്കെ, എന്ത് തന്നെയാണേലും ഈ ട്രീയുടെ ഈ ഒരു യൂണിയന് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതേപോലെ തന്നെ ഈ ബ്രാഞ്ചസ് എല്ലാം ഈ ഒരു യൂണിയനിൽ കണക്റ്റഡ് ആണ്, അല്ലേ? ഓക്കെ, ഇനി ഈ അമേരിക്കനെ വന്നിട്ട് ഒരു ഫോറസ്റ്റ് ആയിട്ട് എടുക്കുക. ആ ഫോറസ്റ്റിൽ എന്തുണ്ട്? കുറേയധികം മരങ്ങളുണ്ട്, അല്ലേ? കുറേയധികം മരങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ മരങ്ങളെ എന്തായിട്ട് എടുക്കുക? സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുക. ഈ ഫോറസ്റ്റ്, അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ടെങ്കിലും അത് കുറേയധികം ഓരോ ട്രീയുടെയും കൂടെ, അതായത് കുറേയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഓരോ മരത്തിനും അതിൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ സ്റ്റെബിലിറ്റിയും ഇൻഡിപെൻഡൻസും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ആണ്. കാരണം എന്താണ്, അതൊരിക്കലും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. അതായത് ഇപ്പോൾ ഞാൻ ഒരു മരത്തിൻ്റെ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ ആ ട്രങ്ക് പെർമനൻ്റ് ആണ്, സ്ട്രോങ് ആണ്. എത്രയൊക്കെ ബ്രാഞ്ചസ് ഫോം ചെയ്താലും അതെല്ലാം ആ ട്രങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമുക്കതിനെ ഡിസ്ട്രോയബിൾ അല്ല. ഓക്കെ, ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി എന്താണ്? ഹോൾ തന്നെയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ പല ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളായിട്ട് ജസ്റ്റ് ഫോർ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർട്ടിക്കിൾ 1ൽ വന്നിട്ട് ടെറിട്ടറി ഓഫ് ഇന്ത്യനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യനെക്കാട്ടിലും ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈഡ് എക്സ്പ്രഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 1 പ്രകാരം നമ്മുടെ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്, യൂണിയൻ ടെറിട്ടറി വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും അക്വയർ ചെയ്യാവുന്ന പുതിയൊരു ടെറിട്ടറിയുടെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യയെക്കാട്ടിലും എന്താണ്, ഒരു വൈഡർ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇനി ഒരു സോവറിൻ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോവറിൻ സ്റ്റേറ്റ് എന്ന നിലയിൽ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന നിലയിൽ എന്താ ചെയ്യാം, ഇന്ത്യക്ക് വന്നിട്ട് ഒരു ഫോറിൻ ടെറിട്ടറിനെ അക്വയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോറിൻ ടെറിട്ടറി അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാൻഡിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ പറ്റും. എന്ത് പ്രകാരം? only the modes recognized by international law. ഇന്റർനാഷണൽ ലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇന്ത്യക്ക് വന്നിട്ട് ഒരു ഫോറിൻ ലാൻഡ് ഇന്ത്യയുടെ ഭാഗമാകാൻ പറ്റും. ഇനി സിസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ മേ ബി ഒരു ട്രീറ്റി വഴിയാകാം, അല്ലെങ്കിൽ ഒരു പർച്ചേസ്, ഗിഫ്റ്റ്, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ, അതായത് ഒക്കുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് അൺഒക്കുപ്പൈഡ് ആണ്, അതായത് അവിടെ ഭരണാധികാരികളില്ല, ആരുടെയും കൺട്രോളിലല്ല ആ ലാൻഡെങ്കിൽ അതും ഇന്ത്യയുടെ ഭാഗമാക്കാൻ പറ്റും. അതേപോലെ തന്നെ കോൺക്വസ്റ്റ് ഓർ സബ്ജുഗേഷൻ, അതായത്
ഒരു രാജ്യത്തിൻ്റെ റൂളറെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ലാൻഡ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് എന്തുണ്ട്? ടെറിട്ടോറിയൽ വാട്ടറും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും ഉണ്ട്. ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് വരെ നമുക്ക് എന്താണ്? നമ്മുടെ കൺട്രിയുടെ സീ ടെറിട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ലാൻഡിൽ പരമാധികാരം ഉള്ളതുപോലെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ ഇതില്ലാതെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നമുക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാം. അങ്ങനെ നമുക്ക് 12 നോട്ടിക്കൽ മൈൽസ് വരെ തീരുമാനമെടുക്കാം. സീ ടെറിട്ടറി ഉണ്ട്, അവിടെ ലാൻഡിലുള്ളതുപോലെ സോവറിനിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോറിൻ ഷിപ്സ് ഒക്കെ ആ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ്? സ്പെഷ്യൽ പെർമിഷൻ വേണം. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ്. അത് ബിയോണ്ട് ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് പുറമെയാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരുന്നത്. ഇതിന് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട്. നമുക്ക് ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എക്സ്പ്ലോർ ചെയ്യാം, അത് കൺസേർവ് ചെയ്യാം, അവിടുത്തെ എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെയും മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് സോവറിനിറ്റി അല്ല. ഓക്കെ, അവിടെ നമുക്ക് സോവറിനിറ്റി ഇല്ല, പരമാധികാരം ഇല്ല. അവിടെ വന്നിട്ട് മറ്റ് രാജ്യങ്ങളുടെ ഷിപ്സിനും നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെന്റിനെ ആർട്ടിക്കിൾ 2 എംപവർ ചെയ്യാണ്, അല്ലെങ്കിൽ ചുമതലപ്പെടുത്താണ്, അല്ലെങ്കിൽ പാർലമെന്റിന് അധികാരം കൊടുക്കുകയാണ്. അതായത് നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റിനെ എംപവർ ചെയ്യുകയാണ് ആർട്ടിക്കിൾ 2 ചെയ്യുന്നത്. ആർട്ടിക്കിൾ 2 പ്രകാരം അതായത് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യും. പുതിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഭാഗമല്ലാത്ത പുറമേ ഉള്ളൊരു ഫോറിൻ ലാൻഡ് നമ്മുടെ ഭാഗമാക്കി അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. അതിനെയാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ആർട്ടിക്കിൾ 3 പറയുന്നത് നമ്മുടെ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളൊരു ലാൻഡിനെ ചേഞ്ചസ് വരുത്തി അല്ലെങ്കിൽ അതിനെ പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്? ആർട്ടിക്കിൾ 3 ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 3 എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലുങ്കാന എന്നൊരു സ്റ്റേറ്റ് രൂപം കൊണ്ട പോലെ അത് ഓൾറെഡി ഉള്ള ലാൻഡാണ് അല്ലേ നമ്മുടെ. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന ഒരു ലാൻഡിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. അതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു ടെറിട്ടറിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് പാർലമെന്റിനെ എംപവർ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 2 പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 3 പാർലമെന്റിനെ അധികാരം കൊടുക്കുകയാണ്. അതായത് ഒരു ടെറിട്ടറിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റിനെ ഒന്നാക്കിക്കൊണ്ടോ എന്ത് ചെയ്യുക? ഒരു പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റിന് ചുമതലപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഡിവൈഡ് ചെയ്ത് തെലുങ്കാന എന്ന് പറഞ്ഞൊരു സംസ്ഥാനം രൂപം കൊണ്ടതുപോലെ ഇനി ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കൂടെ രൂപീകരിച്ച ഒരു സംസ്ഥാനം ആക്കാനും എന്തുണ്ട്? പാർലമെന്റിന് ആർട്ടിക്കിൾ 3 പ്രകാരം അധികാരമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ കേരളത്തിനെ വേണമെങ്കിൽ തമിഴ്നാട്ടിലെ കുറച്ച് ഭാഗം കൂടെ കൊടുത്ത് കേരളത്തിനെ അങ്ങ് എക്സ്റ്റെൻഡ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ കേരളത്തിൽ കുറച്ച് ഭാഗം കുറച്ച് ചെറുതാക്കാൻ പറ്റും. അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ ബൗണ്ടറീസ് ഓഫ് ഓരോ സ്റ്റേറ്റിൻ്റെയും ബൗണ്ടറീസിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഇനി ഒരു സ്റ്റേറ്റിൻ്റെ പേര് വരെ വേണമെങ്കിലും ഈ ആർട്ടിക്കിൾ 3 പ്രകാരം എന്ത് ചെയ്യാം? പാർലമെന്റിന് മാറ്റാനുള്ള അധികാരം ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 3യുടെ ഈ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഇവർ ഈ പാർലമെന്റ് പ്രകാരം എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ഒരു ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ അധികാരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ? പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ, അതായത് ഒരു പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
പക്ഷെ ആ ബില്ല് പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ പ്രസിഡന്റ് ആരോട് വേണമെങ്കിൽ റെഫർ ചെയ്യാം? ഇപ്പം ഏത് സ്റ്റേറ്റിലും, ഇപ്പം നമ്മുടെ കേരളത്തിനെയാണ് മാറ്റം വരുന്നെങ്കിൽ ആ കേരളത്തിൻ്റെ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിശ്ചിത സമയം കൊടുത്തിട്ട് ആ സ്പെസിഫിക് പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താന്ന് പറഞ്ഞ് പ്രസിഡന്റിന് ചോദിക്കാം. ഇനി ഈ പ്രസിഡന്റ് ചോദിക്കുന്ന അഭിപ്രായം ഈ ഒരു ബില്ലിനെതിരാണെങ്കിൽ പ്രസിഡന്റ് അതിനോട് ബൗണ്ട് ആണോ, അല്ലെങ്കിൽ പ്രസിഡന്റ് അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? അല്ല. പ്രസിഡന്റിന് അവിടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് തീരുമാനം എടുക്കാം. പ്രസിഡന്റിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ടൈമിൽ അവർ വ്യൂസ് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ അയച്ചിരുന്നെങ്കിൽ പോലും പ്രസിഡന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് പറഞ്ഞത് കാര്യമായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ കാര്യമായിട്ട് എടുക്കാതിരിക്കാം. എന്നിട്ട് പ്രസിഡന്റ് ബില്ല് റെക്കമെൻഡ് ചെയ്ത് പാർലമെന്റിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി പാർലമെന്റിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബില്ല് പാസ്സാക്കിയാൽ എന്താണ്? പാർലമെന്റിന് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് ഈ പറഞ്ഞ അനുസരിച്ച് റിഡ്രോ ചെയ്യാനായിട്ട് പറ്റും, മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇനി ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓർ കണ്ടിന്യൂഡ് എക്സിസ്റ്റ് ഓഫ് എനി സ്റ്റേറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, പക്ഷേ ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, അതായത് ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞ ആ ഒരു ടെറിട്ടറിയുടെ ഇന്റഗ്രിറ്റി, ആ ഒരു ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതായത് കേരളം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് അങ്ങോളം ഉണ്ടായിരിക്കും എന്ന് വേണമെങ്കിൽ കേരളത്തിലെ ഡിവൈഡ് ചെയ്ത് പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാം എന്നതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അതൊരു ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കേട്ടോ, മനസ്സിലാക്കാൻ എളുപ്പത്തിന്. ഇനി ഇന്ത്യ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. അതായത് എങ്ങനെയാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എന്ന് നല്ല രീതിക്ക് ശ്രദ്ധിച്ചാണേ. ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ്. നമ്മുടെ യൂണിയനെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം, മരത്തിന്റെ കേസ് എടുക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രാഞ്ച് വെട്ടി മാറ്റാം, ബ്രാഞ്ചിന്റെ ഇത്രയും ഭാഗം വെട്ടി മാറ്റാം, പക്ഷെ എന്നാൽ ഈ ഒരു അംശം ഇവിടെ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ യൂണിയനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രക്റ്റബിൾ ചെയ്യാം. ഡിസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് മാറ്റം വരുത്താം. വേണമെങ്കിൽ ആ സ്റ്റേറ്റ് ഇല്ലാതാക്കി നമുക്ക് വേറൊരു ഇതിന്റെ ഭാഗമാക്കി മാറ്റാം എന്നൊക്കെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 4 പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആർട്ടിക്കിൾ 2 പ്രകാരം എന്താണ് പറഞ്ഞത്, ഇന്ത്യയിൽ പുതിയൊരു സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു ലാൻഡിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് രൂപീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 3 പ്രകാരം ഓൾറെഡി ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു ലാൻഡിനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റിനെ ചേർത്തുകൊണ്ട് പുതിയൊരു സംസ്ഥാനം നമുക്ക് രൂപീകരിക്കാൻ പറ്റും. ഇതുവഴി ഉണ്ടാകുന്ന ഈ ഒരു ലോ, കാരണം ഇതൊരു ബില്ല് പാസ്സാക്കിയാണല്ലോ, പാർലമെന്റ് ബില്ല് പാസ്സാക്കിയാണല്ലോ ഈ ഒരു കാര്യം നിലവിൽ വരുന്നത്, പുതിയൊരു സംസ്ഥാനം രൂപിതമാകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനത്തിന്റെ പേര് മാറുന്നത് എന്നിങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരിക്കലും എന്തിൽ വരത്തില്ല, ആർട്ടിക്കിൾ 368 കീഴിൽ വരത്തില്ല. ആർട്ടിക്കിൾ 360 എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. ഇതൊരിക്കലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ കീഴിൽ വരില്ല എന്നതാണ് ആർട്ടിക്കിൾ 4 പറയുന്ന കാര്യം. ഓക്കെ, ഇനിയുള്ളത് ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, Does the power of the parliament to diminish the area of a state under Article 3? Article 3 പ്രകാരം ഒരു സ്റ്റേറ്റിന്റെ ഏരിയ ഡിമിനിഷ് ചെയ്യുക പാർലമെന്റിന്റെ ഒരു അധികാരമാണ് അല്ലേ, സ്റ്റേറ്റിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ ഒരു ഭാഗത്തിന് മാറ്റം വരുത്തുക എന്നുള്ളത്. അത് എന്താണ്, ആ ഒരു കാര്യത്തിൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ടെറിട്ടറി മറ്റൊരു രാജ്യത്ത് കൊടുക്കുക എന്നുള്ള കാര്യവും അതിൽ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കേരളം എന്നത് വേറൊരു രാജ്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ കേരളത്തിന് വേണമെങ്കിൽ പേര് മാറ്റി, അല്ലെങ്കിൽ കേരളം വന്നിട്ട് ഇപ്പോൾ തമിഴ്നാടുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നതൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യം. അതേപോലെ തന്നെ കേരളത്തെ ഫോറിൻ കൺട്രിയുടെ ഭാഗമാക്കണമെങ്കിൽ അത് ആർട്ടിക്കിൾ 3 കീഴിൽ വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺട്രിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ആർട്ടിക്കിൾ 3 കീഴിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലൊരിക്കലും എന്ത് വരുന്നില്ല, ആർട്ടിക്കിൾ 3 ഒരിക്കലും പാർലമെന്റിന്റെ എന്താണ്, നമ്മുടെ ഒരു ടെറിട്ടറിയുടെ ഒരു പാർട്ട് ഫോറിൻ കൺട്രിക്ക് എഴുതി കൊടുക്കുക എന്നുള്ളത് എന്ത് വരുന്നില്ല, ആർട്ടിക്കിൾ 3 വരുന്നില്ല. നമ്മുടെ ഒരു പാർട്ട് അതിൽ മാറ്റം വരുത്തി നമ്മുടെ യൂണിയനിൽ തന്നെ നിർത്തുന്നതിനെയാണ് ആർട്ടിക്കിൾ 3 വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യന്റെ ഒരു ഭാഗം മറ്റൊരു കൺട്രിക്ക് കൊടുക്കുന്നത് എന്താണ്, ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു
ഫോറിൻ ടെറിട്ടറിക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ലാൻഡ് കൊടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴിയേ പറ്റുള്ളൂ. എന്നാൽ ആർട്ടിക്കിൾ 3 പ്രകാരം നമ്മുടെ എക്സിസ്റ്റിംഗ് ലാൻഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനം ഉള്ള ലാൻഡിൽ നിന്നും പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ എന്താണ് അത് ആർട്ടിക്കിൾ 3യുടെ കീഴിലേ വരുള്ളൂ. ആർട്ടിക്കിൾ 3യും 2വും ആർട്ടിക്കിൾ 368 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുകയില്ല. ഓക്കെ, ഒരു ഫോറിൻ ടെറിട്ടറിയുടെ ഭാഗമാക്കണമെങ്കിൽ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തന്നെ വേണം. ഓക്കെ, സുപ്രീം കോടതി 1969 ഒരു ബൗണ്ടറി ഡിസ്പ്യൂട്ട് കേസിൽ ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഡിസ്പ്യൂട്ടിൽ പറയുന്നുണ്ട് അതിനെന്ത് വേണ്ട, ആ ഒരു സെറ്റിൽമെൻറ്റിന് ഒരിക്കലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ടീവ് ആക്ഷൻ വഴി തന്നെ അത് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവിടെ ഒരിക്കലും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗം നമ്മൾ ഒരിക്കലും ബൗണ്ടറി ഒരിക്കലും എഴുതി കൊടുക്കുന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അത് അവിടെ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഓരോ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും രൂപീകൃതമായത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം കാണുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം. ഓക്കെ, 1950 കോൺസ്റ്റിറ്റ്യൂഷനിൽ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 1950 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റും ടെറിട്ടറീസിനെയും. ഓക്കെ, പാർട്ട് എയിൽ വന്നിട്ട് 9 സ്റ്റേറ്റാണ് വന്നത്. ഈ 9 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിൻ്റെ സമയത്തുണ്ടായിരുന്ന പ്രൊവിൻസുകളെയാണ്. ഓക്കെ, ഈ 9 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. പാർട്ട് ബിയിലും 9 സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. അത് വന്നിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റുകളാണ്, അല്ലെങ്കിൽ കുറേ 2-3 പ്രിൻസ്ലി സ്റ്റേറ്റ് കൂടിയ സ്റ്റേറ്റുകളാണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് സിയിൽ 10 സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ അതിലും സ്മോൾ പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റുകളുമാണ് വരുന്നത്, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. പാർട്ട് ഡിയിൽ വരുന്നത് ടെറിട്ടറീസ് ആണ്. ആ സമയത്ത് ഒരു ടെറിട്ടറിയേ വരുന്നുള്ളൂ. ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ് വരുന്നത്. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് വന്നിട്ട് ഡയറക്റ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ആണ് നേരിട്ട് ആ ഒരു ടൈമിൽ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തെ ഭാഷാടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ വരെ അഡ്മിനിസ്ട്രേറ്റീവ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു രാജ്യത്തെ തരംതിരിച്ചതെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തരംതിരിക്കണം എന്ന് ഡിവൈഡ് ചെയ്യണം, ഓരോ സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നതിനെ ആസ്പദമാക്കി ഓരോ കമ്മിറ്റി രൂപീകരിച്ചാണ് എന്ത് ചെയ്യണം വേണ്ടയോ, അതായത് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ കൺട്രീനെ ഡിവൈഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതിന് ആദ്യമായി ഫോം ചെയ്തതാണ് എസ് കെ ദാറിൻ്റെ ചെയർമാൻഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത കമ്മീഷനാണ് ദാർ കമ്മീഷൻ 1948 ജൂണിൽ. അപ്പോൾ ഈ ഒരു കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണ്ട, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഏതാണോ, നമുക്ക് ഭരിക്കാൻ എളുപ്പം ഏതാണോ ആ ഒരു കൺവീനിയൻസിൽ മതി എന്നാണ് ദാർ കമ്മീഷൻ പറയുന്നത്. എന്നാൽ JVP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജെ എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു, പിന്നീട് വല്ലഭായ് പട്ടേൽ, പട്ടാഭി സിദ്ധരാമയ്യ. അപ്പം ഇവർ 1948 അതേ ഇയർ തന്നെ ഡിസംബറിൽ രൂപീകരിച്ച ഈ ഒരു കമ്മിറ്റി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫോർമലി എന്താണ് ലാംഗ്വേജ് എസ് ദി ബേസിസ് ഫോർ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് അവരെന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്. അതായത് ലാംഗ്വേജസിൻ്റെ ബേസിൽ രാജ്യത്തെ റീഓർഗനൈസ് ചെയ്യണമെന്ന് അവർ വേണ്ട എന്നാണ് അവരും പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഫോം ചെയ്തതാണ് ഫസൽ അലി കമ്മീഷൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസൽ അലി കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1953 ഡിസംബറിലാണ്. ഫസൽ അലി കമ്മീഷൻ പ്രകാരം പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആരുടെ, ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ ക്വസ്റ്റ്യൻ, അതായത് ലിംഗ്വിസ്റ്റിക് ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യണോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ രീതിയിൽ സ്റ്റേറ്റിനെ ഓർഗനൈസ് ചെയ്യണോ എന്നുള്ളതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ ബേസിസിൽ തന്നെ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന് ഒരു ലാംഗ്വേജ് എന്നുള്ള ആ ഒരു തിയറി അവരെന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പം കേരളവും തമിഴ്നാടും എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം കേരളവും തമിഴ്നാടും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ തമിഴായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്ന തിയറി. അപ്പോൾ ആ ഒരു തിയറി റിജക്റ്റ് ചെയ്യാണ്. അതായത് ലാംഗ്വേജിൻ്റെ ബേസിസിൽ തമിഴ് സംസാരിക്കുന്നവരൊക്കെ ഒരു സ്റ്റേറ്റ്, അതേപോലെ മലയാളം സംസാരിക്കുന്നവരൊക്കെ ഒരു സ്റ്റേറ്റ്, അങ്ങനെ ലാംഗ്വേജസിൻ്റെ ബേസിസിൽ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണം എന്നാണ് ഫസൽ അലി കമ്മീഷൻ പറയുന്നത്. ഓക്കെ, ഈ ഫസൽ അലി കമ്മീഷനിൽ 4 മേജർ ഫാക്ടേഴ്സ് ആണ് ഫസൽ അലി കമ്മീഷനിൽ പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ
പ്രിസർവേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദി യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. ഏറ്റവും കൂടുതൽ എന്താണ് കൺട്രിയുടെ യൂണിറ്റിനെയും സെക്യൂരിറ്റിനെയും സ്ട്രെങ്തൻ ചെയ്യുക, അതിനെ പ്രിസർവ് ചെയ്ത് നിർത്തുക. അതാണ് ഈ ഒരു കമ്മീഷനിലെ 4 മേജർ ഫാക്ടേഴ്സിൽ ഒരെണ്ണം. അതേപോലെ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഹോമോജിനിറ്റി, പിന്നെ ഫിനാൻഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേറ്റീവ് കൺസിഡറേഷൻ, പിന്നെ പ്ലാനിംഗ് പ്രൊമോഷൻ ഓഫ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദി നേഷൻ ആസ് എ ഹോൾ. ഓക്കെ, ഓരോ സ്റ്റേറ്റിലെ ജനങ്ങളുടെ വെൽഫെയറും പ്രൊമോഷനും അതേപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ നേഷൻ്റെയും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ ഹോമോജിനിറ്റി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഫസൽ അലി കമ്മീഷൻ എന്ത് റെക്കമെൻഡ് ചെയ്തത്? ലിംഗ്വിസ്റ്റിക് ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിനെ റീഓർഗനൈസേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അത് മാത്രമല്ല ഈ ഒരു ഫസൽ അലി കമ്മീഷനിൽ ഫോർഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറീസ് അബോളിഷ് ചെയ്യണം. നമ്മൾ പറയുന്നത് നേരത്തെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി, അത് ഈ ഫസൽ അലി കമ്മിറ്റി അബോളിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം സെവൻത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് എന്താണ് പാർട്ട് എ, പാർട്ട് ബി സ്റ്റേറ്റ് വാസ് ഡൺ അവേ വിത്ത്, പാർട്ട് സി വെയർ അബോളിഷ്ഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് നമുക്ക് 1956 നവംബർ 1 പ്രകാരം ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ 1953 ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശ് രൂപീകൃതമാവുകയാണ്. തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പോറ്റി ശ്രീരാമുലു നിരാഹാര സമരമൊക്കെ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ആദ്യമായിട്ട് തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകൃതമാകാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത ആളാണ് പോറ്റി ശ്രീരാമുലു. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ആന്ധ്രാപ്രദേശ് എന്നൊരു സംസ്ഥാനം ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ 1963 ബാക്കിയൊക്കെ പിന്നീടാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ 1960 തൊട്ട് 70 എടുക്കുമ്പോൾ 1960 ബോംബെ എന്നുള്ള സ്റ്റേറ്റ് സ്പ്ലിറ്റ് ആയിട്ട് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്നു. 1963 നാഗാലാൻഡ് ഒരു സ്റ്റേറ്റായി മാറുന്നു. 66 പഞ്ചാബ് റീഓർഗനൈസ് ചെയ്തിട്ട് ഹരിയാന ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നു. 1972 മേഘാലയ, മണിപ്പൂർ, ത്രിപുര സ്റ്റേറ്റുകളായിട്ട് മാറുന്നു. 1975 സിക്കിം 22ാമത് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യയുടെ 22ാമത് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതേപോലെ പിന്നീട് 1980 തൊട്ട് 2000 വരെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് 1987 ഗോവ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദമൻ ആൻഡ് ഡ്യൂ ഇത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് തന്നെ തുടരുന്നു. 2000 പുതിയ 3 സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. അതാണ് മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡും, ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡും, ബീഹാറിൽ നിന്ന് ജാർഖണ്ഡും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി റീസെൻ്റ് ആയിട്ടുണ്ടായ ചേഞ്ചസ് ആണ് 2014 തൊട്ട് 2020 വരെ തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാന ഫോം ചെയ്യുന്നു. ഓക്കെ, 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസ്ഡ് ഇൻറ്റു യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് പോകുന്നു. അത് മാത്രമല്ല ജമ്മു ആൻഡ് കാശ്മീറും ലഡാക്കുമായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ക്രിറ്റിസിസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.